നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ജ്യോതിഷം ഒരു വഴികാട്ടി എന്നുള്ള നിലയിലാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നത്. ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ, പൊതുഫലം പറയുമ്പോൾ അതിനകത്ത് എല്ലാവരെയും പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ഫലം പറയാനായിട്ട് കഴിയില്ല. ഒരു 80% എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിലേ പറയാൻ കഴിയുള്ളൂ. ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനം. പക്ഷേ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടുണ്ടാകുന്ന ഫലം അല്ലെങ്കിൽ ഗ്രഹചാര ഫലം എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലിക ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഒരു പ്രധാന കാര്യമാണ് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം, ഗ്രഹങ്ങളുടെ വക്രഗതി. ശനിയുടെ മാത്രമല്ല, ഗ്രഹങ്ങളുടെ എല്ലാം വക്രഗതി നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായ മാറ്റം വരുത്തുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെയുള്ള കാലഘട്ടത്തിൽ ശനി പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. ശനിയുടെ വക്രഗതിയുള്ള ഒരു സഞ്ചാര കാലമാണ്. കുംഭം രാശിയിൽ തന്നെയാണ് ശനി പിന്നോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോ കൂറിൽപ്പെട്ടവരെയും ബാധിക്കുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ധനപരമായിട്ട് ദോഷമുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ധനപരമായിട്ട് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനിടയുള്ള നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ശനിയുടെ ഈ വക്രഗതി കൊണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാൻ ഇടയുള്ള ആളുകളുടെ ഫലങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രഹമാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെ ചൊവ്വയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത രീതികളെയൊക്കെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പം ഈ ചൊവ്വയുടെ വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി കൂടെ ഈ കൂട്ടത്തിൽ കണക്കിലെടുത്തിട്ടുണ്ട് ഈ ഓരോ നക്ഷത്രക്കാരുടെ ഫലം പറയുന്നതിൽ. അപ്പോൾ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ശനിയുടെ ചലനം ഉണ്ടാക്കുന്നത്. 2024 ഏപ്രിൽ 6 മുതൽ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജൂൺ 29 പുറകോട്ട് സഞ്ചരിച്ച് ഒക്ടോബർ 3 ആകുമ്പോഴത്തേക്കും ചതയ നക്ഷത്രത്തിൽ വരും. തുടർന്ന് നവംബർ 15 മുതൽ മുന്നോട്ട് നീങ്ങി ഡിസംബർ 27 ആകുമ്പോഴത്തേക്കും പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ശനിയുടെ വക്രസഞ്ചാരത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ശനി നമുക്കറിയാം നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത സഞ്ചിത പാപങ്ങളുടെ ആർജിത പാപങ്ങളുടെയൊക്കെ ഫലദായകനാണ്. പാപം പുണ്യം ഇതിൻ്റെയൊക്കെ വിധികർത്താവായിട്ടാണ് ശനി എന്ന ഗ്രഹം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ശനിയുടെ അംശം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ മാത്രമല്ല, പ്രകൃതിയിലും ശനിയുടെ എഫക്റ്റ് നന്നായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് കൂടുതൽ ഇപ്പം പറയാത്തത് വീഡിയോ ഒരുപാട് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം, പ്രകൃതിയിലെ ശനി വക്രം ഉണ്ടാക്കുന്ന മാറ്റങ്ങളെപ്പറ്റി. അപ്പോൾ ഈ കുംഭൻ രാശി എന്ന് പറയുന്നത്, ഈ ശനി സഞ്ചരിക്കുന്നത് കുംഭൻ രാശിയിൽ മാത്രമാണ്. കുംഭൻ രാശിയിൽ തന്നെ ഒരു നക്ഷത്രത്തിൻ്റെ പുറകോട്ട് വന്നിട്ട് വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു, അത്രയേ സംഭവിക്കുന്നുള്ളൂ. രാശി വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ശനി വലിയ ദോഷകാരിയല്ല. മൂലത്രികോണ ക്ഷേത്രമാണ് കുംഭൻ രാശി എന്ന് പറയുന്നത്. എങ്കിലും ഈ സഞ്ചാരത്തിൻ്റെ ഗതി പെട്ടെന്ന് മാറുമ്പോഴത്തേക്കും വിവിധ കൂറുകളിൽപ്പെട്ട പല നക്ഷത്രക്കാർക്കും ദോഷകരങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഴരശനി, ജന്മശനി, കണ്ടകശനി തുടങ്ങിയ അവസ്ഥകളിൽ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ മാറ്റം അവരുടെ ജീവിതത്തിൽ ചില ഒരു മാറ്റങ്ങൾ, അനുഭവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. പിന്നെ ചൊവ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പല സ്വഭാവ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹമാണ്. പിന്നെ രാഹു, കേതുക്കളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ പരിഗണിച്ചാണ് നമ്മൾ ഈ മാറ്റം പറയുന്നത്. ശനിയുടെ മാത്രമായിട്ട് പറഞ്ഞാൽ ആ സമയത്ത് അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം എന്നില്ല, അത് പൂർണ്ണമായിട്ടും അനുഭവപ്പെടണമെന്നില്ല. അതുകൊണ്ട് മറ്റ് ഗ്രഹസ്ഥിതി കൂടെ കണക്കിലെടുത്താണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തേത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത നക്ഷത്രമായ പൂരുരുട്ടാതിയിലാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വക്രത്തിൽ അത് ചതയത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെ ചതയക്കാർക്ക് ജന്മനക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ചതയ നക്ഷത്രം ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് തൊട്ടടുത്ത രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് മീനമാണ്. അവിടെ രാഹു സഞ്ചരിക്കുന്നുണ്ട്. അതായത് ധനഭാവത്തിൽ രാഹു, വാക്കിൻ്റെ ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു. ശനിയാണെങ്കിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്നു.
അപ്പം തീർച്ചയായിട്ടും ധനപരമായിട്ട് മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ് ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പലപ്പോഴും മാന്യത വിട്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറേണ്ട സാഹചര്യം ഉണ്ടാകാം. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൃത്യസമയത്ത് വായ്പ വാങ്ങിച്ചിട്ട് കൃത്യസമയത്ത് അടയ്ക്കാം, അല്ലെ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുക. ചില കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അടുപ്പമുള്ള ആൾക്കാർക്കോ ഒക്കെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ വാക്ക് വ്യത്യാസം സംഭവിക്കുക, വാക്കിന് തടസ്സമുണ്ടാക്കുക. അതുപോലെ തന്നെ ധനവരവിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിശ്ചിത സമയത്ത് ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ധനം നമ്മളിലേക്ക് എത്താതെ ബ്ലോക്ക് ആകുന്ന അവസ്ഥ ഉണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു കമ്പനിയിലാണെങ്കിൽ അവിടുത്തെ ഫിനാൻസ് മാനേജർ, അക്കൗണ്ടൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ, കാഷ്യർ തുടങ്ങിയ ആൾക്കാർ വളരെയേറെ ശ്രദ്ധിക്കണം. അവർ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. അവർ ചതയ നക്ഷത്രക്കാരാണെങ്കിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കണക്കുകൾ ഒക്കെ കൃത്യമാണോ എന്ന് 2 or 3 തവണ അവർ ചെക്ക് ചെയ്ത് ഉറപ്പിക്കണം. കണക്കുകളിൽ പാകപ്പിഴ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ധനനഷ്ടവും ഉണ്ടാകാം. ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ തെറ്റ് വരുത്തിയാൽ ഫൈൻ അടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യത ഉണ്ട്. അവിടെയും ചെലവ് ഉദ്ദേശിക്കുന്നതിലും ഏറെ ആയിരിക്കും. ചെറിയ രോഗങ്ങൾ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കഠിനപ്രയത്നം ചെയ്തിട്ടും സാമ്പത്തിക മെച്ചം ലഭിക്കാതെ വരുന്നത് ചതയ നക്ഷത്രക്കാർക്ക് മനസ്സിനെ ശരീരത്തെയൊക്കെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ വ്യക്തമായ തീരുമാനങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മാത്രം ചതയ നക്ഷത്രക്കാർ ഈ ശനിയുടെ വക്രകാലത്ത് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ചെലവുകൾ ഒരു അളവിൽ കൂടാതെ നിർത്താനായിട്ട് സാധിക്കും. ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. മറ്റുള്ളവരെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുക, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അവിടുന്ന് ലോൺ എടുക്കൂ, ഇവിടുന്ന് ലോൺ എടുക്കൂ, പിന്നെ അല്ല അവിടുന്ന് എടുക്കരുത്, ഇവിടുന്ന് എടുക്കരുത്, അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങളുണ്ടാകും. ഇന്ന കമ്പനിയായിട്ട് നിങ്ങളൊരു ലൈസൻസ് വെച്ച് അവരുമായിട്ട് ഇടപാട് നടത്തൂ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല കേൾക്കേണ്ടത്. നമ്മൾ പ്രായോഗികമായിട്ട് നമുക്കെന്താണോ അനുയോജ്യം എന്ന് ഒരു തീരുമാനത്തിലെത്തിയ ശേഷം നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇടപാടുകളും ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള തീരുമാനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതാണ്. ഒട്ടും അറിയാത്ത മേഖലയിൽ ഈ സമയത്ത് പണം മുടക്കരുത്. പണമിടപാടുകൾക്ക് രസീതുകളും എഗ്രിമെൻറ്റുകളും ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പിന്നെ ചതയ നക്ഷത്രക്കാർ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഇതേ സമയത്ത് തന്നെ കുംഭക്കൂറുകാരുടെ 4ാം ഭാവത്തിലും 5ാം ഭാവത്തിലും ഒക്കെ ആയിട്ട് ചൊവ്വ വരുന്നുണ്ട്. ഉദര രോഗം ഉണ്ടാകാം. കേതുവാണെങ്കിൽ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. മുറിവുകളോ വീഴ്ചകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കിനി അവരുടെ പരിഹാരം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, മുജ്ജന്മ പാപങ്ങൾ കൂടെ ശിക്ഷ നൽകുന്ന ഗ്രഹമാണ് ശനി എന്നുള്ളത്. അപ്പം ശനിയെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ ശനിദോഷം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശനിദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ കഴിയില്ല. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ കുറേയെങ്കിലും കുറയ്ക്കാം. പിന്നെ ഏറ്റവും നല്ല വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ ശാസ്താവിനെ ഭജിക്കുക എന്നുള്ളതാണ് ശനിദോഷം മാറാൻ ഏറ്റവും നല്ല വഴിപാട്. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, അർച്ചന മുതലായവ സമർപ്പിക്കുക. അത് കൃത്യമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ മാസവും ഒരു ദിവസം ശാസ്താക്ഷേത്രത്തിൽ പോയി തൊഴുത് വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഭസ്മം സമർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീരാജനമാണ് ഏറ്റവും നല്ലൊരു വഴിപാട് ശനിദോഷം മാറാനായിട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനും കൂടിയാണ് നെയ്വിളക്ക് തെളിയിക്കാനായിട്ട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും ഗുണകരമാണ്. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും തടസ്സമൊക്കെ മാറി ധനം വരാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ പൊതുവായിട്ട് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ് അന്നദാനം. അന്നദാനം നല്ലൊരു അളവ് വരെ ശനിദോഷം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ
ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുകയും ആ എള്ളുതിരി തെളിച്ചിട്ട് ഒരു നിമിഷം അവിടെ ശനി സ്തോത്രം ചൊല്ലി ധ്യാനത്തിൽ നിൽക്കുകയാണ് ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ എള്ളുതിരി തെളിയിക്കുമ്പോൾ അതിൻ്റെ പുകയുടെ ഒരംശം നമ്മുടെ ഉള്ളിൽ എത്തിച്ചേരണം എന്നാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് ആ ശനി സ്തോത്രം ഒരു 3 തവണയോ 9 തവണയോ 18 തവണയോ നമ്മൾ ചൊല്ലുന്ന സമയം നിങ്ങളുടെ രീതി അനുസരിച്ച്, നിങ്ങളുടെ ശേഷി അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 3 തവണ ജപിക്കേണ്ടതാണ്. അപ്പോൾ ശനി ഭഗവാന്റെ പ്രതിഷ്ഠയുടെ അടുത്ത് നേരെ നിന്നിട്ട് ആ സ്തോത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ശനി സ്തോത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് 3 തവണയെങ്കിലും ജപിക്കുക. ആ സമയത്ത് എള്ളുതിരിയുടെ ഒരല്പം പുക ഉള്ളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങൾ. ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്. അതായത് ശനി വക്രത്തിലാകുമ്പോൾ ധനപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയുള്ള നക്ഷത്രമാണ് പൂരുരുട്ടാതി. അവർക്ക് ജന്മനക്ഷത്രത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ശനി പുറകോട്ട് സഞ്ചരിച്ച് ചതയത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കും. അതുവരെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. എങ്കിലും തിരിച്ച് വീണ്ടും നവംബർ ആകുമ്പോഴത്തേക്ക് ശനി പൂരുരുട്ടാതിയിലേക്ക് തന്നെ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാകും. നവംബർ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്ക്. വ്യാപാര രംഗത്തും ജോലിയിലും കൃത്യമായ ആസൂത്രണം നടത്തിയില്ലെങ്കിൽ പാളിച്ചകൾക്ക് സാധ്യതയുണ്ട്. നഷ്ടവും സംഭവിച്ചേക്കാം. ഇളയ സഹോദരങ്ങൾ മൂലം കുറച്ചൊക്കെ ഈ നഷ്ടം നികത്താനായിട്ട് സാധിക്കുന്നതാണ്. സാഹസങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം വീഴ്ചകളോ ചികിത്സ ആവശ്യമായ സാഹചര്യങ്ങളോ ഒക്കെ വന്നു ചേർന്നേക്കാം. അങ്ങനെയും ധനനഷ്ടം ഉണ്ടായേക്കാം. നിയമലംഘനങ്ങളുടെ പേരിൽ ശാസനയോ പിഴശിക്ഷയോ ഉണ്ടാകുന്നതും ധനനഷ്ടം വരുത്തിവെക്കുന്നതാണ്. സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളിൽ ആലസ്യമുണ്ടാകുന്നതും നമ്മൾ കൃത്യസമയത്ത് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാൻ പറ്റാതെ വരുന്നതും ലഭിക്കേണ്ട സാമ്പത്തിക നേട്ടങ്ങൾ പോലും തടസ്സപ്പെടാൻ ഇടയാക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് വിചാരിച്ചിട്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. നിലവിലെ തൊഴിൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. വലിയ ഉയർച്ച ഈ സമയത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സാമ്പത്തിക നേട്ടം കുറവായിരിക്കും. കടബാധ്യതകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും വിജയമല്ലെങ്കിലും കുറച്ചൊക്കെ അടയ്ക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നിലവിലെ ജോലി മാറി വേറൊരു ജോലിയിലേക്ക് പോകുന്നത് ഒട്ടും ഗുണകരമല്ല. പിന്നെ നിലവിലുള്ള വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അത് ധനനഷ്ടത്തിന് കാരണമാകും. ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്ഥിതിയും അനുകൂലമല്ല. പിന്നെ മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി അവസാന ഭാഗത്തിൽ ജനിച്ചവർക്ക് ജന്മക്കൂറിലെ രാഹുവിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ഈ ശനിയുടെ വക്രം കൊണ്ടുള്ള ദോഷം കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് പരിഹാരങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം, നെയ്വിളക്ക് ഇത് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ജോലിയൊക്കെ കിട്ടാനുള്ളവർ ശംഖുപുഷ്പം മാലയാക്കി സമർപ്പിക്കുക, അല്ലെ അതുകൊണ്ട് അർച്ചന ചെയ്യുക. അതോടൊപ്പം തന്നെ വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ഭഗവാന് വഴിപാട് നടത്തുക. അപ്പം നീരാഞ്ജനം അയ്യപ്പന് ചെയ്യുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ശാസ്താവിന് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ കൂടെ ദർശനം നടത്തി അവിടെ നെയ്വിളക്ക് തെളിയിക്കുകയും തുളസിമാല സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ ഏറ്റവും ഗുണകരമാണ്. ദേവീക്ഷേത്രത്തിൽ ഒരു പട്ട് സമർപ്പിക്കുകയും കൂടെ ചെയ്യുക. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാരുടെ മുമ്പിലുള്ള നക്ഷത്രത്തിലും പിമ്പിലുള്ള നക്ഷത്രത്തിലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ് നിലവിൽ. അതായത് പൂരുട്ടാതി കൂടെ ശനിയുമുണ്ട്, രേവതിയിൽ കൂടെ രാഹുവും ഉണ്ട്. അപ്പോൾ രാഹു പുറകോട്ട് വന്ന് ഉത്രട്ടാതിയിലേക്ക് എത്തും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചികിത്സയിലൂടെ ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലമാണ്. ആരോഗ്യകാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തേണ്ടതാണ്. ചികിത്സ മൂലമാണ് അവർക്ക് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ ഒന്ന്, സുപ്രധാന കാര്യങ്ങൾ ആലോചിക്കാതെ തീരുമാനം എടുക്കുന്നത് കൊണ്ടുണ്ടാകാനിടയുള്ള ധനനഷ്ടമാണ്. അപ്പം ചാടിക്കയറി തീരുമാനം എടുക്കാതെ ഒന്നുകിൽ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കുക, ഇല്ലെങ്കിൽ ഏത് വിഷയമാണെന്ന് വെച്ചാൽ അതിലറിവും പരിചയമുള്ള ആളുകളോടൊന്ന് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകും. വ്യാപാര കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അത് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ പ്രായോഗികമായ തടസ്സങ്ങളും ധനനഷ്ടവും വന്നേക്കാം. ഔദ്യോഗികമായിട്ട് തിരക്കേറുന്ന സമയമാണ്. അന്യദിക്കിലേക്ക് താൽക്കാലികമായ സ്ഥലം മാറ്റവും അതുകൊണ്ട് കൂടുതൽ ചെലവ് ഉണ്ടാവുകയും ഫലമാകുന്നു. ലഭിച്ച തൊഴിലിൽ നിന്ന് ഉദ്ദേശിച്ച ഫലം കിട്ടാത്തത് കുറേ വിഷമം ഉണ്ടാക്കും.
ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു നേട്ടം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാകാൻ സാധ്യതയുള്ളത്. അപ്പം എങ്കിലും ജോലി മാറുന്നത് ഇപ്പോൾ അത്ര ഉചിതമല്ല. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും ശനിയുടെ സ്ഥിതി കൊണ്ട്. എങ്കിലും അതിനു വേണ്ടിയിട്ട് ലോൺ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകും. നല്ലൊരു തുക അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. പഴയ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമായിട്ട് അതിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടുന്നതാണ്. എങ്കിലും നേട്ടങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്താൻ കുറച്ച് താമസം ഉണ്ടായേക്കാം. കേതു 7-ൽ നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വേണ്ടതുണ്ട്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ധനനഷ്ടത്തിന് ഏറ്റവും കൂടുതൽ അവർക്ക് സാധ്യത ഉള്ളത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരും വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്യുക. ശനിദോഷ നിവാരണത്തിനായിട്ട് ശാസ്താവിനും അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക. നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഉത്രട്ടാതിക്കാർ അവരുടെ പക്കപ്പിറന്നാളിന് ശാസ്താവിന് ഒരു എള്ളു പായസം സമർപ്പിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് തുളസിമാലയോ പാൽപ്പായസമോ എന്തെങ്കിലും സമർപ്പിക്കാം, നല്ലതാണ്. അതുപോലെ തന്നെ അവർ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നതും ദേവിക്ക് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. 4-ൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് എന്താണ്? സ്ത്രീബന്ധർത്ഥപ്രണാശം എന്നാണ് അതിൻ്റെ ഫലം പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ, ബന്ധു, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. അപ്പോൾ വീട്ടിലുള്ള ഭാര്യയ്ക്കോ ഒക്കെ അസുഖം വരികയും അതുമൂലം ധനനഷ്ടം ഉണ്ടാകാം. ബന്ധുക്കൾക്ക് സുഖക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ധനപ്രശ്നം ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ധനം എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ കാര്യങ്ങൾക്കായിട്ട് ചിലവായി പോകുന്നത് ആകാം. പക്ഷേ കുംഭത്തിലെ ശനി മാരകദോഷമൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് കുംഭം എന്ന് പറയുന്ന മൂലത്രികോണമായതുകൊണ്ട് മാരകമായ ദോഷമൊന്നും ഈ സമയത്ത് ഉണ്ടാവുകയില്ല, 4-ലാണെങ്കിൽ പോലും. അപ്പം 4-ാം ഭാവം എന്ന് പറയുന്നത് അറിയാമല്ലോ, കുടുംബത്തെയും വാഹനത്തെയും മാതാവിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഈ 3-നും എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാതാവിന് അസുഖമോ അല്ലെങ്കിൽ വാഹനത്തിന് തകരാറോ അല്ലെങ്കിൽ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീട് പണിയേണ്ടി വരിക, ഈ അവസ്ഥകളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ രീതിയിൽ ധനത്തിന് ചെലവ് വർദ്ധിച്ചിരിക്കും. ജോലിഭാരം വർദ്ധിച്ചേക്കാം. ഒരു പ്രത്യേകത എന്തെന്നറിയോ? നമുക്ക് ജോലിഭാരമൊക്കെ കൂടി സമ്മർദ്ദം കൂടിയിരിക്കുന്നു, പൈസയ്ക്ക് ഇഷ്ടം പോലെ ആവശ്യവും ഉള്ള സമയത്താണ് പൈസയ്ക്ക് ബ്ലോക്ക് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനം ആവശ്യമായിട്ട് വരിക, ആ സമയത്ത് പെട്ടെന്ന് ധനം കയ്യിലെടുക്കാൻ ഇല്ലാതിരിക്കുക. ഇതായിരിക്കും അനിഴ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ ഇടയുള്ള ഒരു ഫലം. പിതാവിൻ്റെ ചികിത്സയ്ക്കായിട്ട് കൂടുതൽ ധനം വേണ്ടി വരും. കൂടാതെ 4-ാം ഭാവം മാതാവിനെയും ഗൃഹത്തെയും സൂചിപ്പിക്കുന്നത് കൊണ്ട് മാതാവിൻ്റെ അനാരോഗ്യം കാരണമായോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ കൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കൊണ്ടോ ഒക്കെ ധനം ചെലവഴിച്ചു പോയേക്കാം. വ്യാഴം 7-ാം ഭാവത്തിലായതുകൊണ്ട് വിവാഹാലോചനകൾ സംബന്ധിച്ച് ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ഫറും പ്രതീക്ഷിക്കാം, ഒരു സ്ഥലം മാറ്റം ഉണ്ടാകാം. അപ്പോൾ അവിടെ ധനച്ചെലവ് അതിൻ്റെ പേരിൽ ഉണ്ടാകും. വിദേശ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് ധനം കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടി വരും. ഈ സമയത്ത് ചൊവ്വയാണെങ്കിൽ വൃശ്ചികക്കൂറുകാരുടെ 7, 8, 9 ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അനിഴ നക്ഷത്രക്കാരുടെ 7-ലും 8-ലും 9-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 7-ലെ ചൊവ്വ രോഗം മൂലം ധനനഷ്ടം വരുത്തും. 8-ലും 9-ലും ചൊവ്വ സഞ്ചരിക്കുമ്പം ധനഭാവത്തിന് ദോഷകരമാണ്. 9-ലെ ചൊവ്വ പിതാവിന് രോഗം വരുന്നതിനും കാരണമാകും. കേതു ആണെങ്കിൽ 11-ാം ഭാവമായ കന്നിയിലാണ്. അപ്പോൾ ലാഭഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പൂർണ്ണമായും ഗുണകരമല്ല, ചെവികൾക്ക് രോഗത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കേതു ഒരു ഗുണം കൊടുക്കുന്നുണ്ട്, സാമൂഹ്യ ജീവിതത്തിന് കുറേയേറെ ഗുണങ്ങൾ കൊടുക്കുന്നുണ്ട്. കുടുംബയോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. കേതു എപ്പോഴും ഒരു ആത്മീയ ചിന്താഗതി കൊടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് കുടുംബയോഗമൊക്കെ നടത്തണം, എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടണം എന്നൊക്കെ തോന്നുന്നൊരു ഘട്ടമാണ്. അതിനൊക്കെ നേതൃത്വം കൊടുക്കും. പിന്നെന്താണ്, 5-ലെ രാഹു സന്താനങ്ങൾക്ക് ഉള്ള ചികിത്സയ്ക്കായിട്ട് ധനം ചെലവഴിക്കാൻ ഇടവരുത്തിയേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനിഴ നക്ഷത്രക്കാർ ശനിദോഷ പരിഹാരമായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യണം, ശിവന് വഴിപാട് കൊടുക്കണം.
ഈ ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് രോഗമൊക്കെ വരുന്ന സമയത്ത് അവരുടെ പേര് നക്ഷത്രവും പറഞ്ഞിട്ട് മഹാദേവന് വഴിപാട് ചെയ്യണം. ധാര വഴിപാടൊക്കെ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ രാഹുവിൻ്റെ ദോഷം മാറാനായിട്ട് സർപ്പദൈവങ്ങൾ കൂടെ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. രാഹു 5-ൽ വരുന്ന സമയമായതുകൊണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമശനി. ഈ അഷ്ടമശനിയുടെ ഫലം എന്താണ്? സ്വസുഹൃത് പശുവിത്ത നാശം. സ്വന്തം സുഹൃത്തിൻ്റെ, പശു എന്ന് പറഞ്ഞാൽ നാൽക്കാലി, ഇല്ലെങ്കിൽ നമുക്ക് വാഹനം എന്നും അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ കൃഷി, കാർഷിക സംബന്ധമായ കാര്യങ്ങളെന്ന് അർത്ഥമെടുക്കാം. വിത്തം എന്ന് പറഞ്ഞാൽ ധനമാണ്. ഈ മൂന്നിനും നാശം. അതായത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവർ, നമ്മളുമായിട്ട് അടുപ്പമുള്ളവർ. പശു എന്ന് പറഞ്ഞാൽ കാർഷിക സമ്പത്ത്. പിന്നെ ധനം. ഈ മൂന്നിനും നാശകരമാണ് 8-ൽ ശനി സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകും, സാമ്പത്തികമായ അസ്ഥിരതയുണ്ടാകും, കൃഷി രംഗത്ത് അനിശ്ചിതാവസ്ഥ ഉണ്ടാകും, വിളവുകൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും. പക്ഷേ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11-ലെ വ്യാഴസ്ഥിതി ഇനി കുറേയെങ്കിലുമൊക്കെ പരിഹാരമാകും. അപ്പോൾ ശനിയുടെ ദോഷത്തിന് വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലൊരളവ് വരെ പരിഹാരമാണ്. വിവേകത്തോടെ പെരുമാറാനും ബഹുമാന്യത നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നേക്കും. പിന്നെ അതുപോലെ തന്നെ അന്യ നാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നാട്ടിലോട്ട് നിർബന്ധിതമായിട്ട് വരേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. പിന്നെ സമയത്ത് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കുറേ വിഷമങ്ങളുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്ന കാലഘട്ടമാണ്. പക്ഷേ അവിടെയും ധനച്ചെലവുണ്ടാകും. ക്ഷേത്ര കാര്യങ്ങൾ, അല്ലെ ആരാധനാലയവുമായിട്ട്, സ്വന്തം മതത്തിൻ്റെ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കാൻ നമ്മൾ പോവും. നമ്മുടെ നിന്ന് കുറേ പൈസ ചിലവാകും. പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മക്കൾക്ക് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് സംബന്ധിച്ചും മക്കൾക്ക് ജോലി സ്ഥലത്ത് പോയി അവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ധനച്ചെലവ് ഉണ്ടാകുന്നതാണ്. മറ്റ് നക്ഷത്രക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കൂടുതലുള്ള ഒരു നഷ്ടമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ധനത്തിന് ബ്ലോക്ക് ഉണ്ടാവുക, ആവശ്യത്തിന് ധനം ലഭിക്കാതിരിക്കുക, കിട്ടുന്ന ധനം കൂടുതലായിട്ട് ചെലവഴിച്ചു പോവുക, ഇതൊക്കെയാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ശനി മൂല ത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അതീവ ബുദ്ധിമുട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല. ആ ഒരു ആനുകൂല്യവും എല്ലാ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതാണ്. എങ്കിലും ശനിയുടെ ആ സഞ്ചാരം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർ ദുർഗാദേവിക്ക് വഴിപാട് കൊടുക്കണം. ശാസ്താവിനും വഴിപാട് ചെയ്യുന്ന പോലെ തന്നെ, ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും ചെയ്യുന്നത് പോലെ തന്നെ ദുർഗാദേവിക്കൂടെ വഴിപാട് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് പിന്നെ ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു വഴിപാട്, അർച്ചനയോ അല്ലെ പട്ട് സമർപ്പിക്കുകയോ കുങ്കുമാർച്ചനയോ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിപാട് കൊടുത്ത് ആ തടസ്സം മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് 5-ലാണ് ശനി വരുന്നത്. 5-ാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ ഭാവമാണ്, ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ്. അപ്പം പുത്രജനങ്ങൾക്കും പശുക്കൾക്കുമൊക്കെ ദോഷകരമാണ്, ബുദ്ധിക്ക് ദോഷമുണ്ടാക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്നാണ് പൊതുഫലമായിട്ട് പറയുന്നതെങ്കിലും ഈ തുല എന്ന് പറയുന്നത് ശനിയുടെ ഉച്ചരാശി ആയതുകൊണ്ട് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനി വലിയ മാരകദോഷമൊന്നും ചെയ്യില്ല. കർമ്മരംഗത്ത് കുറേയേറെ മത്സരങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാപാര രംഗത്തൊക്കെ ആണെങ്കിൽ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യമൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ധനം ചെലവഴിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഏജൻസികൾക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഏജൻസികളെ നിയമിക്കേണ്ടി വരും. അതൊക്കെ ധനച്ചെലവിന് കാരണമാണ്. പിന്നെ സാമ്പത്തിക പരാശ്രയത്വം മാറ്റാൻ വേണ്ടി തീവ്ര ശ്രമം വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ സമയത്ത്. സാങ്കേതിക വിദ്യാഭ്യാസ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമാണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ സജ്ജന കലഹമാണ്. നല്ല ആളുകളൊക്കെ ആയിട്ട്, നമ്മളുമായിട്ട് അടുപ്പമായിട്ടും നല്ല രീതിയിലൊക്കെ നിന്ന ആളുകളുമായിട്ട് കലഹിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. രാഷ്ട്രീയ രംഗത്ത് കുറേയേറെ എതിർപ്പുകളെ നേരിടേണ്ടി വരും. രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ധനനഷ്ടം ഉണ്ടാകും. ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്
അവരെ പ്രീതിപ്പെടുത്താനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഗുണകരമല്ല. ആതിഥ്യ മര്യാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനം നന്നായിട്ട് ചെലവഴിക്കേണ്ടി വരും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയുണ്ടാകും. തീർത്ഥയാത്രകൾ നടത്തേണ്ടി വരും. അപ്പോൾ ഇതിലെല്ലാം ധനത്തിന് ചിലവുണ്ട്. അപ്പോൾ ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം ചോതി നക്ഷത്രക്കാർക്ക് ഈ വക ചിലവുകളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ചൊവ്വയാണെങ്കിൽ 8-ലും 9-ലും 10-ലും ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വ 8-ലും 9-ലും 10-ലും സഞ്ചരിക്കുമ്പോഴെല്ലാം ധനത്തിന് വിഘ്നം അല്ലെ ധനത്തിന് നാശം ഒക്കെയാണ് പറയുന്നത്. കർമ്മവിഘ്നവും സംഭവിക്കാം. നിലവിലുള്ള ജോലിയിൽ കുറച്ച് നാൾ ബ്ലോക്കായി പോകാനോ അല്ലെങ്കിൽ ജോലിയിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കടങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യവും ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഉചിതമായ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക, ശിവന് പിൻവിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ ധാര വഴിപാട് സമർപ്പിക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ വ്യാപാരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് അർച്ചന നടത്തുക, വിളക്ക് തെളിയിക്കുക ഒക്കെ നല്ലതാണ്. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ താമരമൊട്ട് സമർപ്പിക്കുന്നതും അവർക്ക് ഗുണകരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ശനി 5-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പം അവർക്ക് ഉണ്ടാകുന്ന ധനപരമായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ വ്യാപാരത്തിൽ ഇറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടമാണ്. പുതിയ പല വ്യാപാര സംരംഭങ്ങളും തുടങ്ങിയിട്ട് അതിനകത്ത് ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടാതെ പിന്മാറേണ്ടി വരിക, വലിയ കടുത്ത മത്സരം നേരിടേണ്ടി വരിക, ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാർക്കുണ്ടാകാൻ ഇടയുള്ള ഒരവസ്ഥ. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അധികാരികളുടെ അനിഷ്ടം നേരിടേണ്ടി വരും. അതുകൊണ്ട് പ്രൊമോഷനൊക്കെ തടയപ്പെടുകയും അതുമൂലം കുറേ കാലത്തേക്കെങ്കിലും ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല, സ്ഥാനക്കയറ്റം കിട്ടുകയില്ല. ചിലപ്പോൾ അനാവശ്യമായിട്ട് സ്ഥലമാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അനാവശ്യ ചിന്തകൾ മൂലം മനസ്സിന് സമ്മർദ്ദം ഉണ്ടായേക്കും. കലാപ്രവർത്തകർക്ക് ചെറിയ ചെറിയ അവസരങ്ങൾ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പണം തരാമെന്നൊക്കെ ഏറ്റ സുഹൃത്തുക്കൾ സമയത്ത് പൈസ തരാതെ മാറിക്കളയാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇത് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കിയേക്കാം. കമ്മീഷൻ വ്യാപാരം, ഏജൻസി പ്രവർത്തനങ്ങൾ ഇവയിൽ നിന്നൊക്കെ സാമാന്യം പൈസ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ഒരു വലിയ ലാഭം പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരുപാട് അലച്ചിലുകൾ ഈ സമയത്തുണ്ടാകും. മുതിർന്നവരുമായിട്ടും പുതുതലമുറയുമായിട്ടും കലഹമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് വിചാരിച്ച് അവിടെ സമാധാനം കിട്ടുമെന്ന് ഓർത്ത് പോയാലും ആത്മീയ കാര്യങ്ങൾക്ക് മുടക്കം വരാനും സാധ്യത ഉണ്ട്. ഇതാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ശനി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ശനി വക്രത്തിൽ പോകുന്ന സമയത്ത് തന്നെ ചൊവ്വയാണെങ്കിൽ 8, 9, 10 ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ധനപരമായിട്ട് നല്ലതല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ജോലിയിൽ പല പല തടസ്സങ്ങളും വരാനുള്ള സാധ്യതയും ഉണ്ട്. യാത്രകളും അലച്ചിലും ഒക്കെ വർദ്ധിക്കുമ്പം രോഗങ്ങൾ ഉണ്ടാകാം. അതിനു വേണ്ടിയിട്ട് കടമെടുത്ത് പോലും ചികിത്സിക്കേണ്ട അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ ഇവരെന്താണ് ചെയ്യേണ്ടത്? വിശാഖ നക്ഷത്രക്കാർ അവർ ശാസ്താവിന് നീരാജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക, മഹാദേവന് കൂവളമാല സമർപ്പിക്കുക, അന്നപൂർണേശ്വരിക്ക് അർച്ചന ചെയ്യുക വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ യക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ യക്ഷിക്കുള്ള വഴിപാടുകളുണ്ട്. പ്രത്യേക വഴിപാടുകളും രഹസ്യ വഴിപാടുകളായതുകൊണ്ട് ഇതിൽ പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ യക്ഷിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവർ പ്രത്യേക വഴിപാടുകൾ ചെയ്യുക. പ്രത്യേകിച്ച് ശുക്രൻ പ്രതികൂലമാണെങ്കിൽ, ജാതകത്തിൽ പ്രതികൂലമാണെങ്കിൽ അവർ ആ വഴിപാട് കൂടെ ചെയ്യേണ്ടതാണ്. കുടുംബ ദേവതയായിട്ട് യക്ഷിയുള്ളവർ അവിടെയും വഴിപാട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഈ കർമ്മവിഘ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെ ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ അവരുടെ 12-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് മീനക്കൂറിൻ്റെ 12-ാം ഭാവമായ കുംഭത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. മിത്രങ്ങളിൽ നിന്നും ശത്രുത നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ വിജയിക്കണമെന്നില്ല പൂർണ്ണമായിട്ടും. ചെറിയ ചെറിയ ആദായം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വ്യാപാര നേട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല.
ഏജൻസികളിൽ നിന്നൊക്കെ ചെറിയ ലാഭങ്ങൾ കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പിന്നെ കലാരംഗത്ത് ഉള്ള ആൾക്കാർക്ക് പുതിയ ആർട്ട് ഫോംസ് അല്ലെങ്കിൽ പുതിയ കലാവിദ്യകളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. സഹോദരന്മാരിൽ നിന്നും സാമ്പത്തിക ഗുണം ലഭിക്കുന്നതാണ്. പതിവിലും കൂടുതൽ പ്രവൃത്തിയെടുത്താൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രീതിയിൽ ധനമുണ്ടാവുകയുള്ളൂ. ധനച്ചെലവും വളരെ കൂടുതലായിരിക്കും. പുതിയ കോഴ്സുകളിലൊക്കെ പ്രവേശനം കിട്ടുന്നതാണ്. എങ്കിലും അതിനു വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് മുടക്കേണ്ട അവസ്ഥ ഉണ്ടാകും. സുഖഭോഗങ്ങൾക്കും ഉല്ലാസങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിച്ചു പോകും. കൂട്ടുകാരുമൊക്കെ ഒത്ത് ഉല്ലാസ യാത്രകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പാർട്ടികളോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ധനം ചിലവഴിക്കേണ്ടി വരും. ജൂലൈ 8 വരെ രാഹു രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കും. ആ കാലം ഗുണകരമല്ല. പിന്നെ ഉത്രട്ടാതിയിലേക്ക് അത് പുറകോട്ടാണല്ലോ രാഹു സഞ്ചരിക്കുന്നത്. രാഹു പുറകോട്ട് മാറുമ്പോഴത്തേക്കും കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയും. ചൊവ്വയാണെങ്കിൽ ഈ സമയത്ത് 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് കഠിനത ഉണ്ടാവുകയും പലരുടെയും വെറുപ്പ് സമ്പാദിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. പിന്നെ മേടത്തിൽ നിന്ന് അത് ഇടവത്തിലേക്ക് നീങ്ങും ചൊവ്വ താമസിയാതെ. എങ്കിലും പൂർണ്ണമായിട്ടും ഗുണകരമാകുന്നില്ല. പക്ഷെ 3-ൽ ചൊവ്വ വരുന്നത് കൊണ്ടുള്ള കുറേ ഗുണഫലങ്ങൾ ആ സമയത്ത് ലഭിക്കും. പിന്നെ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും 4ാം ഭാവത്തിലേക്ക് ചൊവ്വ നീങ്ങുന്നു. പിന്നെ 5ാം ഭാവത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ എല്ലാം ധനപരമായിട്ട് വിഷമം നേരിടേണ്ടി വരും. കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് ധനം തികയാതെ വരിക, മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കേണ്ടി വരിക, കടം മൂലം ശത്രുത ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവർ ശാസ്താവിന് ശനിദോഷം മാറാനായിട്ട് ശാസ്താവിനും ഹനുമാൻ സ്വാമിക്കും വഴിപാട് ചെയ്യുന്ന പോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുക, വെണ്ണ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ധനം കൂടുതലുള്ളവർക്ക് കുറെ കൂടെ വലിയ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും കൂടെ രേവതി നക്ഷത്രക്കാർ വഴിപാട് ചെയ്യണം. പിന്നെ അവരുടെ രാശിനാഥനായ വിഷ്ണു ഭഗവാന്, വ്യാഴമാണ് രാശിനാഥൻ, വ്യാഴത്തിൻ്റെ ദേവതയായ വിഷ്ണു ഭഗവാന് താമര പൂക്കൾ കൊണ്ട് അർച്ചനയോ താമര മൊട്ടോ ഒക്കെ സമർപ്പിക്കുക, പാൽപ്പായസം സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിന് സന്തോഷം കിട്ടാനും അതുപോലെ തന്നെ ധനപരമായ ബ്ലോക്കുകളൊക്കെ മാറ്റാനും ഒക്കെ ഗുണകരമാണ്. അപ്പോൾ ഈ ശനിദോഷം നമുക്ക് പരിപൂർണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് സാമ്പത്തികമായിട്ട് ശനി വക്രം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടാനിടയുള്ള കുറച്ച് നക്ഷത്രക്കാരുടെ കാര്യമാണ്. ഈ മറ്റ് നക്ഷത്രക്കാരുടെ കാര്യം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 7ര ശനിയും കണ്ടകശനിയും ഒക്കെ അനുഭവിക്കുന്നവർക്കെല്ലാം സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും മറ്റു പല നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും ശുക്രൻ്റെ സ്ഥിതി കൊണ്ടുമൊക്കെ വലിയ പ്രശ്നമില്ലാതെ ആ സമയത്ത് കാലം കടന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കൂറുകളിൽ പെടുന്ന എല്ലാ നക്ഷത്രങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പം നക്ഷത്രത്തിൻ്റെ പ്രത്യേക സ്വഭാവം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരാണെങ്കിൽ ഈ പരിഹാരങ്ങളൊക്കെ ഈ ശനിയുടെ വക്രകാലം മുതൽ ചെയ്തു തുടങ്ങുക. മാസത്തിൽ ഒരേ ഒരു ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. ഈ ശനിദോഷം ഉണ്ടാകുന്ന ആൾക്കാർ ശാസ്താക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഒക്കെ ദർശനം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ദോഷങ്ങൾ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബദേവത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.